അവസരോചിതമായിരിക്കും. അങ്ങനെയാണല്ലോ. പാണക്കാട് മുറ്റത്ത് പൈതൃകം നടന്നു. അതിന് നമ്മൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവിടെ തിരിയാത്ത കുറെ ആൾക്കാരുണ്ട് പാണക്കാട്ട്. അത് തിരിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. ആ വിഷയമൊന്നല്ല. നമ്മളെ പരസ്യമായി എതിർത്തുകൊണ്ടിരിക്കല്ലേ. നമ്മള് സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒരു ജാഥ, ജിഫിരി തങ്ങളുടെ ഒരു ജാഥ, അത് വളരെ മാന്യമായിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ വെച്ചു. മറ്റേ വേറെ ദേശീയ നേതാവ് ആരാണ്? ഖാദർ മൊയ്തീൻ അല്ലേ? ഖാദർ മൊയ്തീനല്ലേ? ഖാദർ മൊയ്തീന് പങ്കെടുക്കുന്ന കന്യാകുമാരി തുടങ്ങുന്നൊക്കെ പറഞ്ഞ് വളരെ അവർക്ക് ക്ഷണിച്ച് സ്വീകരിച്ചു വന്നതാണ്. രണ്ടാളും വന്നില്ല. രണ്ടാളും വന്നില്ല. ഈ കേരള അന്തരീക്ഷത്തിൽ പരാജയപ്പെടുമല്ലോ. അങ്ങനെയുള്ള വെപ്പ് യാത പരാജയപ്പെടും. പാണക്കാട് തങ്ങൾ വെലങ്ങത്തിൽ നിന്നാല് പിന്നെ നേതാവ് ഖാദർ മൊയ്തീൻ വെലങ്ങത്തിൽ നിന്നാൽ പിന്നെ യാതിന്റെ കാര്യം അത് മയ്യത്തായത് തന്നെ. എന്നാ പിന്നെ ജാഥ കണ്ട് വന്നു നോക്കുമ്പോ കുടുങ്ങല്ലോ, പറ്റിച്ചല്ലോ, കയ്യിൽ നിന്ന് വിട്ടുപോകല്ലത് എന്ന് തോന്നി. അതാണ് ഉണ്ടായത്. പിന്നെ ഞാൻ പറയില്ല, നിങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ ആ ജാഥ ഒരു ഭയങ്കര സംഭവമായി. അതുപോലെ ശേഷം കോൺഗ്രസ്സുകാരെല്ലോട്ടും പങ്കെടുത്തു. മുന്നണിയുള്ള കോൺഗ്രസ്സുകാര് മത്സരിച്ച് പങ്കെടുത്തു. അതിന് നമ്മളെ കൂട്ടത്തിൽ ഉള്ള ആൾക്കാരെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരാണ്. ലീഗുകാരെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. ലീഗുകാർ അവരുടെ പാർട്ടി നയങ്ങളുമായിട്ട് ഇങ്ങനെ പോകും, പല പാർട്ടിക്കാരുമാതിരി തന്നെ. അതിലേറ്റവും വലിയ കുറ്റവാളികള് ഈ പൈതൃകമൊക്കെ വെച്ചിട്ട് പ്രസംഗിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞ